വെൽക്കം സ്റ്റുഡൻസ് ടു 6th വീഡിയോ ഓൺ സൊല്യൂഷൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും വിശദമായി കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചും തുടർന്ന് അബ്നോർമൽ മോളാർ മാസ് എന്താണെന്നും മനസ്സിലാക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് അറിയണമെങ്കിൽ ഓസ്മോസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു സെമി പെർമേബിൾ മെമ്പറൈനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലോട്ടോ ലോവർ കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷനിലേക്കോ പോകുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. എന്താണ് സെമി പെർമേബിൾ മെമ്പറൈൻ എന്ന് നോക്കാം. സോൾവെന്റ് മോളിക്യൂൾസിനെ കടത്തിവിടുന്നതും സൊല്യൂട്ട് മോളിക്യൂൾസിനെ കടത്തിവിടാത്തതുമായ മെമ്പറൈനുകളെയാണ് സെമി പെർമേബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഈ സെമി പെർമേബിൾ മെമ്പറൈനിൽ ഉള്ള ചെറിയ ഹോളിലൂടെ സോളിഡ് മോളിക്യൂൾസിന് പോകാൻ പറ്റും, സൊല്യൂട്ട് മോളിക്യൂൾസിന് പോകാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള മെമ്പറൈനുകളാണ് സെമി പെർമേബിൾ മെമ്പറൈനുകൾ. ഇത് രണ്ട് തരത്തിലുണ്ട്. നാച്ചുറലി ഒക്കറിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യലി മെയ്ഡും ഉണ്ട്. നമുക്ക് ആദ്യം നാച്ചുറലി ഒക്കറിംഗ് സെമി പെർമേബിൾ മെമ്പറൈന് ഉദാഹരണങ്ങൾ നോക്കാം. പിഗ്സ് ബ്ലാഡർ, പന്നികളുടെ യൂറിനറി ബ്ലാഡർ ആണിത്. രണ്ടാമത്തായി എഗ് മെംബ്രെയിൻ, മുട്ടയുടെ തോട് മാറ്റുമ്പോൾ കാണുന്ന നേർത്ത മെംബ്രെയിൻ ആണിത്. മൂന്നാമത്തായി പാർച്ച്മെന്റ്, പുരാതന കാലങ്ങളിൽ എഴുതുവാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റീരിയലാണ്. ആടിന്റെ തോലിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. ആർട്ടിഫിഷ്യൽ സെമി പെർമേബിൾ മെംബ്രെയിനുകൾക്ക് ഉദാഹരണങ്ങളാണ് സെല്ലോഫെയിനും സെല്ലുലോസ് അസറ്റേറ്റും. സെല്ലോഫെയിൻ ഫുഡ് പാക്കിങ്ങിലേക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സെല്ലുലോസ് അസറ്റേറ്റ് ഫോട്ടോഗ്രാഫിക് ഫിലിമില് ബേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലാണിത്. ഓസ്മോസിസ് തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് വഴി മനസ്സിലാക്കാം. ഒരു ബേക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരു തിസിൽ ഫണൽ എടുത്ത് അതിന്റെ മൗത്ത് ഒരു സെമി പെർമേബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് കവർ ചെയ്ത് അതിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. ഈ തിസിൽ ഫണൽ ബീക്കറിൽ ഇൻവേർട്ടഡ് ആയി ഇറക്കി വെക്കുക. കോപ്പർ സൾഫേറ്റിന്റെ ഇനീഷ്യൽ ലെവൽ നോട്ട് ചെയ്യുക. കുറച്ചു സമയം കഴിഞ്ഞ് ഫണലിലെ സൊല്യൂഷന്റെ ലെവൽ കൂടുന്നതായി കാണാം. ഫണലിന് പുറത്തുള്ള ബീക്കറിലെ വാട്ടർ മോളിക്യൂൾസ് സെമി പെർമേബിൾ മെമ്പറൈനിലൂടെ ഹൈ കോൺസെൻട്രേഷനിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഉപ്പുവെള്ളത്തിലിട്ട മാങ്ങ ഷ്രിങ്ക് ചെയ്യുന്നത്, വാടിയ പൂക്കൾ വെള്ളത്തിൽ മുക്കിവെക്കുമ്പോൾ നിവരുന്നത്, സലൈൻ വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത ബ്ലഡ് സെൽസ് കൊളാപ്സ് ചെയ്യുന്നത്, ഇറച്ചി ഉപ്പിട്ട് സൂക്ഷിക്കുന്നതും ഫ്രൂട്ട്സ് ഷുഗർ സൊല്യൂഷനിലിട്ട് സൂക്ഷിക്കുന്നതും ഒക്കെ ഓസ്മോസിസിന് ഉദാഹരണങ്ങളാണ്. ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നോക്കാം. ഓസ്മോസിസ് തടയുവാനായി സൊല്യൂഷൻ സൈഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അഥവാ സോൾവെന്റ് മോളിക്യൂൾസിന്റെ സൊല്യൂഷനിലോട്ടുള്ള ഫ്ലോ തടയുവാനായി സൊല്യൂഷൻ സൈഡിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ പൈ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാൽ ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷർ നമുക്കൊരു ആനിമേഷന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. ഒരു സെമി പെർമേബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് രണ്ട് കമ്പാർട്ട്മെന്റുകളാക്കിയിട്ടുള്ള ഒരു വെസൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു കമ്പാർട്ട്മെന്റിൽ സോൾവെന്റും മറ്റേതിൽ സൊല്യൂഷനും ഫില്ല് ചെയ്യുക. ഈ കമ്പാർട്ട്മെന്റുകൾ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുക. ഓസ്മോസിസ് കാരണം സെമി പെർമേബിൾ മെമ്പറൈനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് സൊല്യൂഷൻ സൈഡിലേക്ക് പോകുന്നു. സോൾവെന്റ് സൈഡിലെ പിസ്റ്റൺ താഴുന്നതും സൊല്യൂഷൻ സൈഡിലെ പിസ്റ്റൺ ഉയരുന്നതും നമുക്കിവിടെ കാണാം. ഓസ്മോസിസ് തടയുവാനായി സൊല്യൂഷൻ സൈഡിലെ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യേണ്ടി വരുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അഥവാ ഓസ്മോസിസ് ജസ്റ്റ് നിർത്തുവാൻ ആവശ്യമായ പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇനി നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിന് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. ഡൈല്യൂട്ട് സൊല്യൂഷനുകളിൽ ഓസ്മോട്ടിക് പ്രഷർ മൊളാരിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പൈ ഈസ് ഈക്വൽ ടു CRT. R എന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂസ് നമുക്കറിയാം. ഇവിടെ മൊളാരിറ്റി C is equal to N2 by V ആണ്.
N2 എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും V വോളിയം ഓഫ് സൊല്യൂഷനുമാണ്. ഈ വാല്യൂസ് പൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ is equal to N2 by V RT എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N2 is equal to W2 by M2, അതായത് given mass of solute divided by molar mass of solute ആണെന്ന് നമുക്കറിയാം. അത് പൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ is equal to W2 by M2 RT by V എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്നും മറ്റുള്ള വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുള്ള 1-2 പ്രോബ്ലംസ് നമുക്കിനി ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, 200 cm³ of an aqueous solution of a protein contains 1.26 gram of the protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the protein. ഇവിടെ നമുക്ക് പ്രോട്ടീനിന്റെ മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈ is equal to W2RT divided by M2V എന്ന ഇക്വേഷനിൽ പൈ is equal to 2.57 into 10 raised to minus 3 bar. W2 is equal to 1.26 gram. വോളിയം തന്നിട്ടുള്ളത് cm³ അത് നമുക്ക് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു cm³ is equal to 10 raised to minus 3 ലിറ്റർ ആണ്. Therefore, here volume is equal to 0.2 ലിറ്റർ ആണ്. ടെമ്പറേച്ചർ is equal to 300 Kelvin. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ നിർബന്ധമായും കെൽവിനിൽ തന്നെ എടുക്കണം. ഇവിടെ പ്രഷർ ബാറിൽ തന്നിട്ടുള്ള കാരണം ആറിന്റെ വാല്യൂ 0.083 ലിറ്റർ ബാർ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 ആണ് എടുക്കേണ്ടത്. M2 is equal to W2RT by pi എന്ന ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രോട്ടീന്റെ മോളാർ മാസ് 61,022 gram per mole എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, if 1.71 gram of sugar are dissolved in 500 cm³ of a solution at 300 Kelvin, what will be its osmotic pressure? R is equal to 0.083 liter bar Kelvin raised to -1 mole raised to -1. ഇവിടെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈ is equal to W2RT by M2V എന്ന ഫോർമുലയിലേക്ക് N2 is equal to 342 gram per mole എന്ന് തന്നിട്ടുണ്ട്. W2 1.71 gram, വോളിയം 500 cm³ തന്നിട്ടുള്ളത് ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.5 ലിറ്റർ എന്നും എഴുതാം. ടെമ്പറേച്ചർ 300 Kelvin, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പൈയുടെ ഇക്വേഷനിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പൈ is equal to 0.249 ബാർ എന്ന് കിട്ടും. ഇപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചും മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഓസ്മോട്ടിക് പ്രഷറിന് മറ്റുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് ഉപയോഗിച്ച് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമതായി ഓസ്മോട്ടിക് പ്രഷർ റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാം. എലിവേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എക്സ്പെരിമെന്റ്സിൽ സൊല്യൂഷൻ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ വേണ്ടിവരും. ഇവിടെ അതിന്റെ ആവശ്യമില്ല. സെക്കൻഡ് പോയിന്റ്, ഇവിടെ കോൺസെൻട്രേഷൻ ടേമായി മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്, മൊളാലിറ്റി അല്ല. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മൊളാലിറ്റി കാണാൻ സോൾവെന്റിന്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ മൊളാരിറ്റിക്ക് സൊല്യൂഷന്റെ വോളിയം അറിഞ്ഞാൽ മതി. മൂന്നാമതായി, വളരെ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ പോലും ഓസ്മോട്ടിക് പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് വലുതായിരിക്കും. നാലാമതായി, ബയോമോളിക്യൂൾസിന്റെയും പോളിമേഴ്സിന്റെയും മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡാണ് ഏറ്റവും അനുയോജ്യം. കാരണം ബയോമോളിക്യൂൾസ് ചൂടാക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യും. അതുപോലെ തന്നെ പോളിമേഴ്സിന്റെ സോലുബിലിറ്റി വളരെ കുറവുമാണ്. ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്: ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക്. 2 സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണെങ്കിൽ അവയെ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയാം. ഇവിടെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ϕ1 is equal to ϕ2 ആയിരിക്കും. ഐസോട്ടോണിക് സൊല്യൂഷനുകളെ സെമി പെർമേബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ ഇവിടെ ഓസ്മോസിസ് നടക്കുകയില്ല. 2 സൊല്യൂഷനുകളിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷന് ഹൈപ്പർട്ടോണിക് എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ള സൊല്യൂഷന് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നും പറയും.
ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനുകൾ ബ്ലഡ് സെൽസിന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് വിശദമായി കാണാം. നമ്മുടെ ബ്ലഡ് സെല്ലിലെ ഫ്ലൂയിഡ് 0.9% മാസ് ബൈ വോളിയം ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനുമായി ഐസോട്ടോണിക് ആണ്. 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ പറയുന്ന പേരാണ് നോർമൽ സലൈൻ വാട്ടർ. വെയിനുകളിലൂടെയുള്ള ഇഞ്ചക്ഷനുകളിൽ മെഡിസിൻസ് മിക്സ് ചെയ്യുന്നത് ഈ കോൺസെൻട്രേഷനിലുള്ള സലൈൻ വാട്ടർ യൂസ് ചെയ്താണ്. 0.9%നേക്കാളും കൂടുതൽ കോൺസെൻട്രേഷനുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ബ്ലഡ് സെൽസ് ഇടുകയാണെങ്കിൽ ബ്ലഡ് സെൽസിൽ നിന്നും വാട്ടർ പോയി അവ ഷ്രിങ്ക് ചെയ്യുന്നത് കാണാം. 0.9%നേക്കാളും കുറവ് കോൺസെൻട്രേഷനിലുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ബ്ലഡ് സെൽസ് ഇടുകയാണെങ്കിൽ പുറത്തുനിന്നും വാട്ടർ സെല്ലിനുള്ളിലേക്ക് എൻറ്റർ ചെയ്ത് ഇവ സെൽ ചെയ്യുന്നത് കാണാം. 0.9% കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷനിലാണ് ബ്ലഡ് സെൽസ് ഇടുന്നതെങ്കിൽ ഷ്രിങ്ക് ആവുകയോ സെല്ലാവുകയോ ചെയ്യുന്നില്ല. ഐസോട്ടോണിക് സൊല്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യാനായി നമുക്കൊരു ഫോർമുല ഡിറൈവ് ചെയ്യാം. ഐസോട്ടോണിക് സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണെന്ന് നമുക്കറിയാം. അതായത് 𝜋1 = 𝜋2. ടെമ്പറേച്ചറും വോളിയവും സെയിം ആണെങ്കിൽ 𝜋1 = W1 RT by mV, 𝜋2 = W2 RT by m2V ആയിരിക്കും. 𝜋1 ഉം 𝜋2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ W1 RT by m1V = W2 RT by m2V എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ W1 by m1 = W2 by m2 എന്ന് കിട്ടും. ഇത് ഉപയോഗിച്ചുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. 1.78% solution of urea is isotonic with 10% solution of sucrose. Find the relative molecular mass of urea. ഇവിടെ സൂക്രോസിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. യൂറിയയുടെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. ഇവിടെ 1.78% സൊല്യൂഷൻ ഓഫ് യൂറിയയും 10% സൊല്യൂഷൻ ഓഫ് സൂക്രോസും ഐസോട്ടോണിക് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് W1 by m1 = W2 by m2 എന്ന ഫോർമുല ഉപയോഗിക്കാം. ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ യൂറിയയുടെ വാല്യൂസും റൈറ്റ് ഹാൻഡ് സൈഡിൽ സൂക്രോസിന്റെ വാല്യൂസും നമുക്ക് കൊടുക്കാം. യൂറിയയുടെയും സൂക്രോസിന്റെയും മാസുകൾ തന്നിട്ടുണ്ട്. സൂക്രോസിന്റെ മോളിക്കുലർ ഫോർമുലയിൽ നിന്നും അതിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 342 gram per mole എന്ന് കിട്ടും. ഈ വാല്യൂസ് മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.78 gram divided by molecular mass of urea = 10 gram divided by 342 gram per mole എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ യൂറിയയുടെ റിലേറ്റീവ് മോളിക്കുലർ മാസ് 60.89 എന്നും കിട്ടും. അടുത്തതായി റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓസ്മോസിസിന്റെ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതായത് ഇപ്പോൾ സൊല്യൂഷനിലുള്ള സോൾവന്റ് മോളിക്യൂൾസ് ആണ് സെമി പെർമിയബിൾ മെമ്പറിനിലൂടെ സോൾവന്റിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ ആണ് കടൽ വെള്ളത്തിൽ നിന്നും ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കുവാൻ ഇതിനുപയോഗിക്കുന്ന സെമി പെർമിയബിൾ മെമ്പറൈൻ സെല്ലുലോസ് അസറ്റേറ്റ് ആണ്. റിവേഴ്സ് ഓസ്മോസിസിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാം. ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റുകൾ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ഫ്രഷ് വാട്ടറും സെക്കൻഡ് കമ്പാർട്ട്മെന്റിൽ സോൾട്ട് വാട്ടറുമാണ് എടുത്തിരിക്കുന്നത്. ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് സോൾട്ട് വാട്ടർ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നു. അതായത് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ സോൾട്ട് വാട്ടർ സൈഡിൽ നിന്നും പ്യുവർ വാട്ടർ മാത്രം അപ്പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചും സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. കെമിക്കൽ ഫോർമുല അറിയാമെങ്കിൽ തിയറിറ്റിക്കലായി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ കാണിക്കുന്നതാണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കിട്ടുന്ന മോളാർ മാസ് തിയറിറ്റിക്കൽ മോളാർ മാസിൽ നിന്നും ഡിഫറന്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അതായത് അബ്നോർമൽ മോളാർ മാസ് കാണിക്കുന്നത്
സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നത് മൂലമാണ്. നമ്മൾ പഠിച്ച 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും സൊല്യൂട്ടിന്റെ മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ നമുക്കിവിടെ ഒരുമിച്ച് കാണാം. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലുമാണ്. അസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. അപ്പോൾ നമ്മൾ കണക്കാക്കുന്ന മോളാർ മാസ് കൂടുതലായിരിക്കും. ഉദാഹരണമായി അസിറ്റിക് ആസിഡ് ബെൻസീനിൽ ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 മോളിക്യൂൾ അസിറ്റിക് ആസിഡ് ഹൈഡ്രജൻ ബോണ്ട് വഴി ഒരു മോളിക്യൂളായാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ മോളിക്യൂൾസും ഇതുമാതിരി ഡൈമറായി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണക്കാക്കുന്ന മോളാർ മാസ് തിയററ്റിക്കൽ മോളാർ മാസിന്റെ ഡബിൾ ആയിരിക്കും. അടുത്തതായി ഡിസോസിയേഷൻ കാണിക്കുന്ന മോളിക്യൂൾസിൽ എങ്ങനെയാണ് അബ്നോർമൽ മോളിക്കുലാർ മാസ് വരുന്നതെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ്സ് ആണ് സാധാരണയായി ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്സ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസ് തിയററ്റിക്കൽ മോളാർ മാസിനേക്കാളും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ക്ലോറൈഡ്, അത് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് K+ അയോണും Cl- അയോണുമായിട്ടാണ്. കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മോളാർ മാസ് തിയററ്റിക്കൽ മോളിക്കുലാർ മാസിന്റെ പകുതിയായിരിക്കും. അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്ന സൊല്യൂട്ടുകളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് കറക്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വാൻ ഡെർ വാൾസ് ഫാക്ടർ. I എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന് 3 തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. I മോളാർ മാസിന്റെ ടേംസിലാണ് പറയുന്നതെങ്കിൽ I is equal to നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. നോർമൽ മോളാർ മാസ് എന്ന് വെച്ചാൽ തിയററ്റിക്കൽ മോളാർ മാസ്. I കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ടേംസിലാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. Iന് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുമ്പോഴത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേംസിലും പറയാം. I is equal to total number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. അസോസിയേഷൻ നടക്കുമ്പോൾ Iയുടെ വാല്യൂ 1നേക്കാൾ കുറവായിരിക്കും. ഡിസോസിയേഷൻ ആണെങ്കിൽ Iയുടെ വാല്യൂ 1നേക്കാൾ കൂടുതലായിരിക്കും. കുറച്ച് I വാല്യൂസ് നമുക്ക് കാണാം. NaCl 2 പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. I വാല്യൂ 2 ആയിരിക്കും. K2SO4 ഒരു മോളിക്യൂൾ K2SO4 3 അയോൺസ് ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ I വാല്യൂ 3 ആയിരിക്കും. CaCl2 I വാല്യൂ 3 ആയിരിക്കും. അസിറ്റിക് ആസിഡ് ബെൻസീനിൽ 2 മോളിക്യൂൾ ചേർന്ന് ഒരു മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ I വാല്യൂ ഹാഫ് ആയിരിക്കും. വാൻ ഡെർ വാൾസ് ഫാക്ടർ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലകൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ച ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഫോർമുലയുടെയും റൈറ്റ് സൈഡിൽ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മോളിക്കുലാർ മാസ് കിട്ടും. ഇതോടുകൂടി സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓസ്മോട്ടിക് പ്രഷറും അബ്നോർമൽ മോളാർ മാസും എന്താണെന്ന് കണ്ടു.